നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള അവസരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കും. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക രംഗങ്ങൾ, മത്സരങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ആവിഷ്കരിക്കുന്ന ശൈലിയിൽ മേലധികാരികളിൽ നിന്നും ഒരുപക്ഷെ ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരുമെങ്കിലും സംതൃപ്തിയോടുകൂടി പൂർത്തീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ഓണാഘോഷത്തിനായിട്ട് ജന്മനാട്ടിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. വിൽപ്പന ഉദ്ദേശത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാൻ ഇടവരും. മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുന്ന ചില മേഖലകളിൽ അവർക്ക് യുക്തമായിട്ടുള്ള നിർദ്ദേശം നൽകുവാൻ അവസരം വന്നു ചേരും. ചിലർക്ക് കുടുംബാംഗങ്ങളൊക്കെ ആയിരിക്കാം, വേറെ ചിലർക്ക് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടതായിരിക്കാം. എല്ലാം തന്നെ ഭംഗിയായിട്ട് നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വഭാവവിശേഷത്താലും ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികളെ വിശകലനം ചെയ്യുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിലും വേണ്ടപ്പെട്ടവർ അന്വേഷിക്കുവാനും വന്നു ചേരുവാനും സാധ്യതയുണ്ട്. പരീക്ഷാ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി യാത്ര പുറപ്പെടുവാനിടയുണ്ട്. തൃപ്തികരമായുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും. എന്നാൽ ഒരു വർഷത്തേക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടി വരും എന്ന് മനസ്സിലെത്തിക്കൊണ്ട് ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ച് ദൂരദേശത്ത് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അർത്ഥശൂന്യമായിട്ടുള്ള പല ആശയങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്ന് വന്നു ചേരുവാൻ ഇടവരുമെങ്കിലും അർത്ഥശൂന്യമായിട്ടുള്ള പല ആശയങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്ന് വന്നു ചേരുമെങ്കിൽ പോലും അവരെ ഗുണദോഷിക്കുവാനും അവരെ ധ്രുവീകരിക്കുവാനുമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ദീർഘകാലമായതും സമഗ്ര വീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും സ്വന്തം മേൽനോട്ടത്തിലും സ്വന്തം കൺവെട്ടത്തിലും ഏറ്റെടുത്ത് ചെയ്യാവുന്നത് മാത്രമേ പ്രാവർത്തികമാക്കാൻ സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ സംഭവിക്കുവാനോ പരാജയങ്ങൾക്കോ സാധ്യത പോലും കാണുന്നതുമുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യാൻ അവസരം വന്നു ചേരും. ദേഹപരമായിട്ടുള്ള അസുഖങ്ങൾക്ക് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുമെങ്കിലും ചിലർക്ക് പകർച്ചവ്യാധിയുടെ ബാക്കി ഭാഗമാണെന്ന് ധാരണ അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്താനിടയുണ്ട്. വേറെ ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടാണ്, മറ്റു ചിലർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള പാകതകളെ കൊണ്ടാണ് ഈ അസ്വാസ്ഥ്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാം തന്നെ ഒരു പക്ഷേ ജീവിതശൈലി രോഗങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും തീരുമാനിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി മേലധികാരികളുടെ മിഥ്യാധാരണകൾ ഒഴിവാക്കുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന് ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സ്വാർത്ഥ താല്പര്യം മറന്ന് അല്ലെങ്കിൽ ഒഴിവാക്കി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി
ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗതിവിഗതികൾക്കനുസരിച്ച് തൊഴിൽ മേഖലകളൊക്കെ പരിവർത്തനങ്ങൾ തയ്യാറാകുവാനിടയുണ്ട്. തൊഴിൽ മേഖലയിലെ ക്ഷയാവസ്ഥകൾ ഉദ്ധരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ പ്രചരണ രീതികൾ അവലംബിക്കാൻ തീരുമാനിക്കും. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കുവാൻ തീരുമാനിക്കുവാനിടവരും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഊഹ കച്ചവടത്തിൽ നിന്ന് പിന്മാറി സമയബന്ധിതമായിട്ടുള്ള വ്യാപാര വിപണന മേഖലകൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. സുദീർഘമായുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായുള്ള ധാരണ എല്ലാ മേഖലകളിലും അവലംബിക്കുവാനും ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനും അവസരം വന്നു ചേരുവാനിടവരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അവധി ലഭിക്കാത്തത് വഴി അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും ആ രാജ്യത്തിൽ തന്നെ അതാത് പ്രാദേശികമായിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കുവാനും കലാകായിക മത്സരങ്ങളോടുകൂടി ഓണം ആഘോഷിക്കുവാനുള്ള അവസരം വന്നു ചേരുവാനും ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ സ്വന്തമായി നടത്തിവരുന്ന പ്രസ്ഥാനമാണെങ്കിലും വ്യാപാര വിപണന വിതരണ മേഖലകളാണെങ്കിലും അതല്ല ജോലി സ്ഥലത്താണെങ്കിലും പല പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിച്ചു അതിൻ്റെ ഒരു നേട്ടം ക്രമാനുഗതമായിട്ടുള്ള രീതിയിൽ കണ്ടു തുടങ്ങുന്നതിന്റെ വെളിച്ചത്തിൽ സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ പണം ഇനി സമയബന്ധിതമായിട്ട് മുതൽ മുടക്കുവാൻ തീരുമാനിക്കും. കരാർ ജോലികൾ ഏറ്റെടുക്കുന്നവരാണെങ്കിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ട് ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ജന്മനാട്ടിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പുത്രപൗത്രാദികൾ ഓണാഘോഷത്തിനായിട്ട് എത്തിച്ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. ഓണക്കാലത്തിനോടനുബന്ധമായി പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ബന്ധുമിത്രാദികളുടെ ക്ഷണം സ്വീകരിക്കാനും അവരോടൊപ്പം ഒരു നേതൃത്വ സ്ഥാനത്തോടുകൂടി യാത്രയ്ക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടങ്ങൾ അനശ്വരമാക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കും. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അച്ഛന് പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുക അഥവാ കുടുംബാംഗങ്ങളെ അച്ഛനമ്മമാരൊപ്പം താമസിപ്പിക്കുക അല്ലെങ്കിൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്വല്പം കൂടി സൗകര്യമുള്ള ഒരു ഗൃഹം വാങ്ങിക്കുവാനോ വാടകയ്ക്കെടുക്കുവാനോ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഭരണ സംവിധാനത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ട് അവലംബിച്ചു വരുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി അന്വേഷണങ്ങളും അവസരങ്ങളും ഗുണകരമായി തീരുവാനിടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയും അവർ പറയുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നത് വഴി സഹോദരങ്ങൾക്ക് വേണ്ടി പലതും മാറ്റിവെച്ചുകൊണ്ട് ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നത് അന്തിമ നിമിഷത്തിൽ
താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഈ ഭൂമിയെല്ലാം ഏറ്റെടുക്കാൻ തക്കവണ്ണമുള്ള അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ജനസമ്മതി നേടുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിശ്വാസയോഗ്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കരാർ ജോലികളോ പദ്ധതികളോ തിരിച്ചു ലഭിക്കുവാൻ പോലും സാധ്യത കാണുന്നു. മക്കൾക്ക് വേണ്ടി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കീഴ്വഴക്കം മാനിച്ച് പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാൻ യോഗമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം നിലയിൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഈ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ വിപണന വിതരണ മേഖലകൾ അല്ലെങ്കിൽ പ്രചരണ രീതികൾ അതിന്റെ കൃത്യമായുള്ള രീതിയിൽ അവലംബിക്കുവാൻ ഏറ്റെടുക്കുവാനിടയുണ്ട്. സുഹൃത്തിന്റെ ഗൃഹപ്രവേശന കർമ്മ ചടങ്ങിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടായിത്തീരും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുതിയ തൊഴിൽ മേഖലകളെ പറ്റി പുനരാലോചിക്കുമെങ്കിലും പണം ഒരു പരിധിയിലധികം മുതൽ മുടക്കിയാൽ അഥവാ സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെട്ടാൽ ഭാവിയിലേക്ക് അത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലതിൽ നിന്നെല്ലാം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും നിലവിലുള്ള രാജ്യത്തിൽ നിലനിൽപ്പിന് വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ തീരുമാനിക്കും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് ചിങ്ങമാസത്തിനൊടുവിൽ, അതായത് സെപ്റ്റംബർ പകുതിക്കുള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം സജ്ജമാകുവാൻ അതിനു വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇടവരും. കഫ നീർദോഷ രോഗപീഠങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. വരവും ചെലവും തുല്യമായിരിക്കുന്നത് വഴി ചിലവിനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഒരുപക്ഷെ ഇതിന്റെ സാഹചര്യങ്ങൾ കണക്കാക്കി ഒരുപക്ഷെ സ്വല്പം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വേണ്ടിവരുമെങ്കിലും സഹപ്രവർത്തകരുടെ സഹായ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗർഭം അലസുവാനിടയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ പലതും മനസ്സിലുണ്ടെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വികസന രാജ്യത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾക്ക് അനുമതി ലഭിക്കുവാനും 3 മാസത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകുവാനും അവസരമുണ്ടാകും. മകർ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്.